എന്ന് പറയുന്നത് TPS ആണ്. TPS ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. ഈ സാധനം അതായത് നമ്മുടെ ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ത്രോട്ടിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സെൻസറായിരിക്കും അത്. അപ്പോൾ ആ സാധനം നമുക്ക് അഴിക്കാം. സെൻസറുകൾ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ നിലത്തിടാനോ പൊട്ടിക്കാനോ ബലം കൊടുക്കാനോ തട്ടാനോ മുട്ടാനോ ഒന്നും പാടില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സാധനങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ലൂസാക്കി വെച്ചിരുന്നതാണ്. നല്ല ടൈറ്റ് ഉണ്ടാവും. നമ്മൾ അതുപോലെ പിറ്റൊക്കെ ഇട്ട് വേണം അഴിക്കാൻ. രണ്ട് സ്ക്രൂ ഉണ്ട്. ഒരു വലിച്ച് പൊട്ടിക്കാതെ മെല്ലെ എടുക്കണം എപ്പോഴും ശ്രദ്ധിച്ചിട്ട്. കാരണം അതങ്ങനെ ഊരി വരും. പക്ഷെ ടൈറ്റ് ഉണ്ടാവും. ഓറിങ് ഉണ്ടാവും. ആ ഓറിങ് എടുത്ത് ഇതിനകത്ത് തന്നെ സ്റ്റേ ചെയ്യാം. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും. സെൻസറിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ക്ലീൻ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇന്നർ ബനിയനുകളിൽ നമ്മളിടുന്നത് അതാകുമ്പോൾ അതിൻ്റെ നാരൊക്കെ പോയതായിരിക്കും, കുറേ കാലം ഇട്ട് പഴകിയത്. അത് അതിനടുത്ത് ജസ്റ്റ് പെട്രോൾ മുക്കി അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീനർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അടിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ഇതാണ് ത്രോട്ടിൽ. കോട്ടൺ വേസ്റ്റിൽ നാരുകൾ പൊടികളുണ്ടാവും, അതുകൊണ്ടായിട്ടുണ്ടാവുമെന്ന് പറയുന്നത്. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ. ഇത് തുടയ്ക്കാനോ പിടിക്കാനോ ഒന്നിനും പോകണ്ട. നിങ്ങൾ ഇങ്ങനെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്താൽ അഴിക്കാം. ഇനി നമ്മളിൽ വേറെ വരുന്ന സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ആൻഡ് IAT. മാപ്പ് പറഞ്ഞാൽ മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ. ഈ മാനിഫോൾഡിൻ്റെ ഇത് ഈ അകത്തൂടെ പോകുന്ന ഈ വെഞ്ചുറിയില്ലേ, അതിന് മാനിഫോൾഡ് എന്ന് പറയും. ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സാധനത്തിന് ഈ വെഞ്ചുറിയിൽ നിന്ന് എഞ്ചിൻ്റെ അകത്തേക്ക് പോകുന്ന ആ ഒരു വിൻഡ് പൈപ്പിന് മാനിഫോൾഡ് എന്ന് പറയും. മാനിഫോൾഡിൻ്റെ പ്രഷർ അളക്കാനുള്ള സെൻസർ മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ, മാപ്പ് സെൻസർ. അതേ സെൻസറിനകത്ത് ഒരു സെൻസറും കൂടി വരുന്നത് IAT. പിന്നെ ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസർ. എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും അളക്കാനുള്ള സെൻസറാണിത്. കംപ്ലൈൻറ്റ് മാറ്റിക്കാം സാധനം. ചിലപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നോക്കാം, എന്നിട്ട് ആകുന്നില്ലെങ്കിൽ മാറാം സാധനം. ഇതാണോ സാധനം കേട്ടോ. ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസറും മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ. ഈ രണ്ട് സാധനം ഇതിനകത്തുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ്. എന്താ ടെമ്പറേച്ചർ അല്ല ഞാനിപ്പോൾ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ വർക്കിങ്? എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും അളക്കുന്നത്. ഇത് കംപ്ലൈന്റ് ആയാലും എന്താ അറിയുന്നത്? മിസ്സിംഗ് കാണിക്കുമോ അതോ വണ്ടിയിൽ മിസ്സിങ്, മൈലേജ് ഷോട്ട് കാര്യങ്ങളൊക്കെ കാണിക്കും. അത് കാണിക്കുന്ന സമയത്ത് നമ്മൾ OBD സ്കാൻ വെച്ച് ചെക്ക് ചെയ്യും. OBD സ്കാൻ വെച്ച് ചെക്ക് ചെയ്തില്ലേ നമ്മൾ? അങ്ങനെ ഇവിടുന്ന് ചെക്ക് ചെയ്തില്ലേ നമ്മൾ? അപ്പോൾ അല്ലേ കംപ്ലൈൻറ്റ് ഫോൾട്ട് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്ന പ്രശ്നങ്ങളുണ്ട്. മറ്റേ അവൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോഴാണ് ആവശ്യമായിട്ട് തോന്നിയത്. ഇതാണ് IAC വാൾവ്. എയർ കൺട്രോൾ വാൾവാണ്. എയർ കൺട്രോൾ വാൾവ്. ഈ സാധനം ഇതിങ്ങനെ കറക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിനകത്ത് കറക്കി ഓക്കെ, വേറെ വണ്ടിയിൽ പോയിട്ട് കറക്കരുത്. ഈ സാധനത്തിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കറക്കം ഇരിക്കണതാ. ഇതിങ്ങനെ കറക്കി ലോക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. വണ്ടിയിൽ പോയി ഇങ്ങനെ വെറുതെ കറക്കരുത്, ചുമ്മാ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കരുത്. സാധനത്തിൻ്റെ ഐഡ്ലിങ് തെറ്റും. പിന്നെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഒന്നിക്ക് നല്ല റേസ് ആവും, അല്ലെങ്കിൽ സ്റ്റാർട്ട് നിൽക്കില്ല. നമ്മൾ ഐഡ്ലിങ് കൺട്രോൾ ചെയ്യുന്ന വാൾവാണ് ഐഡിൽ എയർ കൺട്രോൾ വാൾവ്. IAC ഐഡിൽ എയർ കൺട്രോൾ വാൾവ്. ഐഡ്ലിങ് കൺട്രോൾ ചെയ്യുന്ന വാൾവ്. ഇതിൽ ഓറിങ് ഉണ്ട്. എല്ലാറ്റിലും റബ്ബറിൻ്റെ ഒരു ഓറിങ് ഉണ്ടാവും. പെട്രോളുള്ള കൈ വെച്ചിട്ട് പെട്രോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോഴും പെട്രോളിലെ കൈ വെച്ചിട്ടും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പെട്രോളും ഇതിലേക്ക് ആക്കരുത്. കാരണം റബ്ബർ വികസിക്കും, പിന്നെ ഇതിനകത്ത് നേരെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്രൈ തുണിയിൽ എപ്പോഴും തുടച്ച് ക്ലീൻ ആക്കിയാൽ മതി. പിന്നെ ഇത് ബ്ലാങ്ക് ത്രോട്ടിൽ ബോഡി. ഇതിനാണ് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാനാണ് നമ്മൾ സാധാരണ ഈ സാധനം പീരിയോഡിക്കലി ഊരുന്നത്. അപ്പോൾ ഇത്രയും സെൻസറുകൾ ഭദ്രമായി അഴിച്ചു വെക്കുക. ആരും അതായത് അഴിച്ചു വെച്ച് ചെയ്യുമ്പോൾ തന്നെ പരിസരബോധത്തോടു കൂടി ചെയ്യുക. കാരണം ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഇതെന്ത് സാധനം എന്നിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്ന ആൾക്കാരുണ്ടാവും. അവന്മാരുള്ള സമയത്ത് അഴിക്കരുത്. മനസ്സിലായില്ലേ? ഒരു തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യണം. വേറെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധനം പോയി കഴിഞ്ഞാൽ 4,500 രൂപ കയ്യിൽ നിന്ന് പോകും. ഇത് സാധനം ഇഞ്ചക്ടർ കാണുന്ന പോലെ നോക്കണ്ട. 4,500 രൂപ 5,000 രൂപയൊക്കെ റേറ്റ് ഉണ്ട് ഒരു ഇഞ്ചക്ടറിന്. ടോട്ടൽ എല്ലാം സെപ്പറേറ്റ് മേടിക്കാൻ പറ്റും ഓരോന്നും. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ആണ് തോന്നുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ആയിരിക്കും. അത് കരീഷ്മ സെറ്റ്.
ഇതിൽ ISC വാളും മാപ്പ് സെൻസറും പിന്നെ IAT സെൻസറും എല്ലാം ഇതിനകത്ത് തന്നെ, ത്രോട്ടിൽ പൊസിഷൻ സെൻസറും 4 ഇതിനകത്ത് തന്നെ വരും. പിന്നെ IAC ഡയറക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത്. ഇതന്നെ ഇവിടെ ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു സ്ക്രൂ വരും, അതില്ല. നമുക്ക് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്യൂണിങ് ചെയ്തില്ല. അതേപോലെ തന്നെ മാനുവലി അഡ്ജസ്റ്റിങ് വരും. IACക്ക് വരെ മാനുവൽ വരും. അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് FI സിസ്റ്റത്തിൽ. ഉദാഹരണത്തിന് ഗ്ലാമർ FIയിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. അത് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ബ്ലാങ്ക് ത്രോട്ടിൽ ബോഡി. ഇതിനകത്ത് കരികൾ കണ്ട, നല്ല കൈ എടുത്തിട്ടുള്ള മെഴുക് പോലെ ഇരിക്കും. ഇത് കരി കണ്ട, ഇതിനകത്ത് കുറേ കരികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യണ്ട കേട്ടോ, കാണിക്കാൻ പോകണം എനിക്ക് എല്ലാ ക്ലാസ്സിലും. ഇതിനകത്ത് കുറേ കരികൾ കണ്ട, നല്ല ക്ലീൻ ആവും, വെളുത്ത നല്ല കളർ വരും. പക്ഷേ ഇതാണ് നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലീനർ ഉപയോഗിച്ച് കഴുകുന്നത്. ഓരോ 15,000-20,000 കിലോമീറ്റർ ആകുമ്പോഴും വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ വണ്ടിയിൽ മിസ്സിങ്, മൈലേജ് ഷോട്ട്, വലിയ കുറവ് പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തിട്ട് ഫിൽറ്റർ മാറി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്. അതിനകത്തൊരു ഫിൽറ്റർ, പെട്രോൾ ഫിൽറ്റർ. പുറത്ത് ഫ്യൂൽ ടാങ്ക് വരുന്ന പമ്പ് വരുന്നതിലാണ് ഇങ്ങനത്തെ ടൈപ്പ് ഫിൽറ്റർ വരിക. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വല്ല മണ്ണ കേട്ടോ, പെട്രോൾ ടാങ്കിൽ തുരുമ്പ് വരികയാണ്. ഇതിന് വെച്ചാൽ പിന്നെ നാളത്തേക്കും വീണ്ടും കളയും. ഉണ്ട് ഇതേപോലത്തെ മണ്ണ് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇതാണ് ഇൻറ്റേർണൽ വരുന്ന ഫിൽറ്ററില്ലേ, ഫ്യൂൽ ഫിൽറ്റർ, അതിൻ്റെ ഫിൽറ്റർ. ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം, പറഞ്ഞുതരാം. ഇത് ഹോണ്ടയുടെ പെട്രോൾ ഫിൽറ്റർ. ഇതും നമ്മളെ പമ്പിനകത്ത് വരുന്നതാണ്. ഹോണ്ട ഡിയോ, യൂണിക്കോൺ പോലുള്ള വാഹനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഫിൽറ്റർ ഓരോ പീരിയോഡിക്കൽ 15,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ ആകുമ്പോൾ ഇത് മാറി കൊടുക്കണം. ഇതും ഇതിൻ്റെ അടപ്പും ഒരു ഓറയും കൂടി ഒരുമിച്ചാണ് വരിക. 400 സംതിങ് അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ട്, 415 രൂപ അങ്ങനെ റേറ്റ് വരുന്നുണ്ട്, 430 അങ്ങനത്തെ റേറ്റ് വരുന്നുണ്ട്. സാധനത്തിന് 200 സംതിങ്ങിൻ്റെ ഉണ്ട്. ഡിയോക്കൊക്കെ റേറ്റ് കുറവാണ്, യൂണിക്കോണിന് റേറ്റ് കൂടുതൽ. സെയിം സാധനമാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഒരേ വലുപ്പമാണ്. ചിലപ്പോൾ ഇതിനകത്ത് വേറെ അകത്തേക്ക് പുറത്ത് എണ്ണ എടുക്കാനുള്ള കഴിവ് കൂടുതലുണ്ടോ കുറവുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ സാധനമുണ്ട്. ഇത് പീരിയോഡിക്കലി നമ്മൾ മാറി കൊടുക്കണം. ഇത്രയാണ് FIയിൽ വരുന്ന മെയിൻ്റെനൻസ്. ഇത് നല്ലപോലെ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുക, ത്രോട്ടിൽ ബോഡി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. നല്ലപോലെ അടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ തുണി ഇന്നർ ബനിയൻ ഇല്ലേ, നമ്മൾ കുറേ നമ്മൾ അലക്കി അതിൻ്റെ നാരുകളൊക്കെ പോയതായിരിക്കും, പൊടി ഇതിനകത്ത് പറ്റി പിടിക്കില്ല. അത് വെച്ച് തുടച്ചെടുക്കുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ പഴയ കാവ്യമുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കാവ്യമുണ്ടില്ല, അത് അല്ല കോട്ടൺ വേസ്റ്റ് ഒന്നും ഉപയോഗിച്ച് തുടക്കരുത്. അല്ലെങ്കിൽ നല്ല തുണി, രോമം പൊങ്ങാത്ത പോലത്തെ തുണികൾ എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കുക. നല്ല പോലത്തെ തുണി എടുത്തിട്ട് എപ്പോഴും തുടച്ച്, നല്ല വൃത്തിയുള്ള തുണിയാണ് ഇതിലേക്ക് ഉപയോഗിക്കാൻ എപ്പോഴും. ഈ ഫിൽറ്റർ എവിടെ ഇരിക്കുന്നത്? ഈ ഫിൽറ്റർ ഇത് പമ്പിനകത്ത്, പുറത്ത് പമ്പ് വരുന്ന വണ്ടികളുണ്ട്, അതിനകത്ത് ഇരിക്കും. വണ്ടി പുതിയ ഏവിയേറ്ററിനുണ്ടാവും, പുതിയന് ഇപ്പോൾ വരുന്നതിന് ഇല്ല, പഴയനൊക്കെ കാർബറേറ്റർ വണ്ടിയല്ലേ. ഇത് FI സിസ്റ്റത്തിൽ മാത്രമേ വരുള്ളൂ. എന്നിട്ട് ഇത് തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അഴിക്കുമ്പോൾ ഇതെങ്ങനെയുള്ളതെന്ന് നോക്കി വെച്ചിട്ട് വേണം അഴിക്കാൻ. കാരണം എന്താ, ഇതിൻ്റെ കപ്ലിങ് ഈ സൈഡിൽ നിന്നാണോ ഇതിൻ്റെ പിന്നെ കുത്തുന്നതാണ്, നോക്കി വെച്ചിട്ട് വേണം നമ്മൾ അഴിക്കാൻ. തിരിച്ച് വെച്ച് ഫിറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യില്ല. അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരെന്താ? ഫ്ലവർ കീയുടെ മറ്റൊരു പേര് ടോക്സ് കീ എന്നാണ് ഇതിൻ്റെ പേര്. ഫ്ലവർ കീ നമ്മൾ പിന്നെ ലോക്കലി വിളിക്കുന്നുണ്ട്, TORX. ഇതിൻ്റെ നമ്പർ എങ്ങനെ T1 T2 310 320 T എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ നമ്പർ പറയാം. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് T25 ആണ്. ടൈറ്റ് ചെയ്യുക, തട്ടാൻ ഇതിനൊക്കെ അധികം ബലം കൊടുക്കാനൊന്നും പാടില്ല. എല്ലാ രീതിയിൽ തന്നെ നല്ലപോലെ ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇടുമ്പോൾ ഓറിങ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അതിനകത്ത് IAC നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ചെയ്യാം, അല്ലേ, ഇപ്പോൾ ഫിക്സ് ചെയ്ത് ഏതാ മാപ്പ് IAT
ഇൻടേക്ക് എയർ പ്രഷറും അല്ല ഇൻടേക്ക് എയർ ടെമ്പറേച്ചറും മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷറും. ഫ്യൂൽ ഇഞ്ചക്ടർ വേറെ ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട്. ഇപ്പോഴും ബിറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആദ്യം പണി പഠിക്കും വരെ. കാരണം കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ചിലപ്പോൾ ബലം കൊടുക്കുന്ന കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ സാധനം സ്ലിപ്പാവും. അപ്പോൾ ബിറ്റ് ഇതുപോലെ ബിറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ടീ ഇട്ടിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പിൽ ടീ യൂസ് ചെയ്യുമ്പോൾ ബിറ്റ് ഉപയോഗിക്കാൻ ഒരു ടീ സെപ്പറേറ്റ് വെച്ചോളൂ കേട്ടോ. മാർക്ക് ചെയ്തിട്ട് അതിൽ മാത്രമേ ബിറ്റ് ഇടാൻ പാടുള്ളൂ. എല്ലാറ്റിലും ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ടീ കുടയാവും. നെട്ടിൻ്റെ അഴിക്കുമ്പോൾ സ്ലിപ്പ് വരും. ഇതെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തു. അതിനെന്ത് ചെയ്യും, നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ടെർമിനലുണ്ട്. ഇതിനകത്ത് നിന്ന് കുത്തിയിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് പമ്പ് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന പമ്പ് പഴയതുണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ വർക്ക്ഷോപ്പിൽ. അത് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് അത് പെട്രോളിൽ മുക്കിയിട്ടിട്ട് അതിനകത്ത് നിന്ന് ഒരു ഓസിയിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് അത് ഓൺ ചെയ്ത് വെക്കുക. ഇതിനകത്ത് നിന്ന് സാധനം ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് എന്നിട്ട് ഇങ്ങനെ ചീറ്റും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് രണ്ടും ഒരു കണക്ഷൻ എടുത്തിട്ട് ബാറ്ററിയിൽ കൊടുത്തിട്ട് ഇവിടുന്ന് കാർബറേറ്റർ ക്ലീനറില്ലേ നമ്മുടെ സ്പ്രേ അത് അടിച്ചു കൊടുക്കുക എടുപ്പിച്ചിട്ട്. അപ്പോൾ ഇത് ചീറ്റും. കാരണം ഇതിൻ്റെ അറ്റത്ത് ചെറിയ സുഷിരങ്ങളാണുള്ളത്, ചെറിയ ഹോള്, മുടിനാര് പോലത്തെ ഹോളാണുള്ളത്. ഇതാണ് സ്പ്രേ ആവുന്നത് ഫ്യൂല്. ഇതിൻ്റെ ഇടയിൽ കരി എടുക്കുമ്പോഴാണ് കറക്റ്റ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, അതൊരു പ്രശ്നമില്ല. ഡയറക്റ്റ് കൊടുത്താൽ മതി. ചെറിയ ബൈക്കിൻ്റെ ബാറ്ററി യൂസ് ചെയ്താൽ ചെറിയ ബാറ്ററി കുഴപ്പമൊന്നുമില്ല. 12 വോൾട്ട് അടിച്ചു കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റാണ് വരിക. അല്ലെങ്കിൽ ഇതിനകത്ത് ഇടുന്ന ചെറിയ കപ്ലിംഗ് പോലത്തെ പിന്നുകളുണ്ട്. ഇതിലൊക്കെ വരുന്ന പോലത്തെ പിന്നുകളുണ്ട് ചെറിയ. ഇങ്ങനത്തെ പിന്നുകൾ കളക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ 2 പിന്നുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുത്തി കൊടുക്കാം. അതാകുമ്പോൾ ഷോർട്ട് ആവില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനത്തെ 2 വയർ എടുത്തിട്ട് ബാറ്ററി കൊടുത്തിട്ട് ഇവിടുന്ന് ഇതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചീറ്റും. എന്നിട്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുക. അങ്ങനെയാണ് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുക. ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് ഇവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം, കാരണം ഇവിടെ കാർബണൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഇത് ബ്ലോക്ക് ആവുക. മൈലേജ് ഷോട്ട്, പുള്ളിങ് കുറവ്, കാര്യങ്ങൾ വലിയ കുറവ്, പിന്നെ വണ്ടി മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിക്കും. കാർബറേറ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാണോ കൂടുതൽ ലൈഫ് ഉള്ളത് അതോ കാർബറേറ്റർ ആണോ? രണ്ടും ഒരുപോലെ. ഇതും കാർബറേറ്ററും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പിന്നെ FI സിസ്റ്റത്തിന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മൾ ഡീടോൺ ചെയ്യേണ്ടി വരും. FI സിസ്റ്റം ഓട്ടോമാറ്റിക് ടെമ്പറേച്ചറും പ്രഷറിലും സെൻസ് ചെയ്തിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. പിന്നെ ലൈഫ് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബറേറ്റർ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് റിലയബിൾ ആയി നമ്മൾ ആ ഒരു ഇതിൽ പഴകി വന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. FI സിസ്റ്റം നമ്മളിപ്പോൾ അത് കാറുകളിലൊക്കെ വന്ന് 2000 മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2025 ആകുമ്പോഴാണ് ബൈക്കുകളിൽ പൂർണ്ണമായിട്ട് FI സിസ്റ്റം വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു അന്തരം ഉണ്ടാവും. നമ്മൾ മെക്കാനിക്കിനായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ള കുറച്ച് സമയങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഓക്കെ. പിന്നെ കാർബറേറ്ററിനെ അപേക്ഷിച്ച് കാർബറേറ്ററിൻ്റെ മിസ്സിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഇതിന് എല്ലാം ഓട്ടോമാറ്റിക് ഇത് സെൻസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ IITയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കറക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അസോസിയേഷൻകാർ ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓരോ വണ്ടികൾക്ക് സെപ്പറേറ്റ് വണ്ടി പുതിയ ഇറങ്ങുമ്പോൾ ആ ട്രെയിനിങ്ങളിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ വണ്ടികളുടെ കറക്റ്റ് പറഞ്ഞു തരും. അവർ ഇത്ര ഇടണം തിരിക്കേണ്ടതൊക്കെ കൃത്യമായി പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ത്രോട്ടിൽ ബോഡി. ഞാനെല്ലാം സെറ്റ് ചെയ്തു. ഒരാൾ അഴിക്കുമ്പോൾ വേറൊരാൾ വന്ന് നിൽക്കണ്ട, അയാൾ സ്വന്തമായിട്ട് അഴിച്ചിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക. നിങ്ങളെല്ലാ സാധനവും ചെയ്യുന്ന പോലെ ഇത് എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്സ് ഒന്നോട്ട് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഞാൻ തരില്ല, എടുത്ത് വെക്കും. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടല്ലോ. ഓക്കെ. വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ അതുപോലെ അതിന് എന്താ പറയുക, ഉത്തരവാദിത്തം കാണിക്കുക. ചുമ്മാ ഇങ്ങനെ തമാശ കളിക്കാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ നിൽക്കണ്ട കേട്ടല്ലോ. വെറുതെ ഇങ്ങനെ അഴിക്കുക ഫിറ്റ് ചെയ്യുക, അങ്ങനെ തമാശ കളിക്കാൻ വേണ്ടി ആരും നിൽക്കണ്ട. ഓക്കെ. ഇനി പമ്പ്. ഇതാണ് ഫ്യൂൽ പമ്പ്.